നമസ്കാരം. വീറും വാശിയും നിറഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. SIRന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ എത്തി വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇക്കാര്യത്തിൽ വോട്ടർമാർ റെക്കോർഡിട്ടു എന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ സ്ത്രീ വോട്ടർമാരുടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ആകെ സ്ത്രീ വോട്ടർമാരിൽ 81.19% ഇത്തവണ വോട്ട് ചെയ്തു. 2021 7.25% ഇക്കുറി വർധനവ്. പുരുഷ സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം തമ്മിൽ 6% വ്യത്യാസമാണുള്ളത്. സംസ്ഥാനത്താകെ ഇക്കുറി 2,71,42,952 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 1,39,21,868 പേർ സ്ത്രീ വോട്ടർമാരായിരുന്നു. കണക്കുകൾ പ്രകാരം 1,13,03,16 സ്ത്രീ വോട്ടർമാർ ഇക്കുറി വോട്ട് ചെയ്തു. 2021 1,41,64,697 സ്ത്രീ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 1,04,73,083 പേരായിരുന്നു വോട്ട് ചെയ്തത്. 2021 73.94% സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതിനു മുമ്പ് സ്ത്രീ വോട്ടർമാരുടെ ഉയർന്ന പോളിംഗ് ശതമാനം 1987 1987 80.58% സ്ത്രീ വോട്ടർമാരായിരുന്നു വോട്ട് ചെയ്തത്. അതേസമയം SIRലൂടെ വോട്ടർമാർ പുറത്തായതോടെ ആകെയുള്ള വോട്ടർമാരിൽ ഭൂരിഭാഗവും പേരും വോട്ട് ചെയ്യാൻ എത്തിയെന്നും അത് പോളിംഗ് ശതമാനം ഉയർത്തിയെന്നുമുള്ള വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചത്. കേരളത്തിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം 2 കോടി കവിഞ്ഞുവെന്ന് വ്യക്തമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ എത്ര വോട്ടർമാർ കൂടുതലായി എത്തി എന്നതാകും നിർണായകമാകുക. മെയ് 4 വോട്ടെണ്ണലിൽ ഈ മുന്നേറ്റം എന്ത് മാറ്റമുണ്ടാക്കുമെന്നതും പ്രവചനാതീതമാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോളിംഗ് ശതമാന കണക്കുകൾ പ്രകാരം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% പേരും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72.04% പേരും വോട്ട് ചെയ്തു. 2021 2.08 കോടി പേരും 2024 2 കോടിയിലേറെ പേരുമാണ് പോളിംഗ് ബൂത്തുകളിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. കേരളത്തിൽ SIRന് മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ 2025 ഒക്ടോബറിലെ കണക്കനുസരിച്ച് 2.78 കോടി വോട്ടർമാർ ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിലെ 4 മാസം നീണ്ട SIR പ്രവർത്തനങ്ങളിലൂടെ പട്ടിക ശുദ്ധീകരിച്ചതോടെ 6.5 ലക്ഷത്തിലേറെ പേരെ ഒഴിവാക്കി. തുടർന്ന് വോട്ടർമാരെ ചേർക്കാനും അവസരം നൽകി. എന്നിട്ടും 2.71 കോടിയായി കുറഞ്ഞു. കാസർഗോഡ് മണ്ഡലത്തിൽ 79.61% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2021 അപേക്ഷിച്ച് 7.56% വർധനമാണിത്. മഞ്ചേശ്വരത്ത് 81.04% പോളിംഗും 3.11% വർധനവും ഉണ്ടായി. ഈ 2 മണ്ഡലങ്ങളിലെ പോളിംഗ് ഉയർച്ച ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമായ വ്യത്യാസമാണ് കാണിക്കുന്നത്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലും പോളിംഗ് വർധനവ് മഞ്ചേശ്വരത്തെയും കാസർഗോഡിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2.75 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ 3.5 ലക്ഷത്തിലേറെ വോട്ടർമാർ കുറഞ്ഞ് 2.71 കോടി വോട്ടർമാരുമായാണ് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ്. 78.27% വോട്ടർമാർ കഴിഞ്ഞ ദിവസം ബൂത്തുകളിൽ എത്തിയതായിട്ടാണ് കണക്ക്. വോട്ടർമാരുടെ ശതമാന കണക്കല്ലാതെ എണ്ണം എത്രയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുമില്ല. ഇപ്പോൾ നൽകിയിരിക്കുന്ന ശതമാന കണക്കിൽ വീടുകളിൽ വോട്ട് ചെയ്തവരും അവശ്യ സേവന വിഭാഗത്തിൽ വോട്ട് ചെയ്തവരുമായ 2.26 ലക്ഷം പേരുടെയും പോളിംഗ് ഉദ്യോഗസ്ഥരിൽ ഇതുവരെ തപാൽ വോട്ട് ചെയ്ത 1.10 ലക്ഷം പേരുടെയും 53,984 സർവീസ് വോട്ടർമാരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് 2.69 കോടി ആകെ വോട്ടർമാർ എന്ന് കണക്കാക്കിയാണ് പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണ്ണയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2.09 കോടി വോട്ടർമാരാണ് ഇന്നലെ കേരളത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയതെന്ന് കണക്കാക്കാം. ഇത് 2.08 കോടി വോട്ടർമാർ വോട്ട് ചെയ്ത 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1 ലക്ഷത്തിലധികം പേരാണ്. ഇനി ഇതിൻ്റെ കൂടെ വീട്ടിൽ വോട്ട് ചെയ്തവരും തപാൽ വോട്ട് ചെയ്തവരും അടക്കം 3.36 ലക്ഷം പേരുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4.36 ലക്ഷത്തിലേറെ പേർ വോട്ട് ചെയ്തെന്ന നിലയിൽ സംഖ്യ ഉയരും.